പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ സമയം 2 മണി കഴിഞ്ഞു, ഉറങ്ങിയിട്ടില്ല. ഇത്രയൊക്കെയാണ് നിങ്ങൾ നാട് വിടുകയാണ്. 2 ആഴ്ചത്തേക്ക് നാട് വിടുന്നു ഗൈസ്. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ പോവാണ്. ഡൽഹിയിലേക്കാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ബാക്കിയൊക്കെ ഇങ്ങനെ ഒന്നും തീരുമാനമായിട്ടില്ല. നേരെ ഡൽഹി പോവുക. അവിടെ നിന്ന് ബാക്കിയൊക്കെ ഓരോന്നോരോന്നായിട്ട് തീരുമാനിക്കുക. ഒരു 10-12 ദിവസം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം 1 മണിക്കൂർ ബസ്സിന് യാത്ര ചെയ്തിട്ടാണ് ഒരു 4:30 ആകുമ്പോഴേക്കും ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. അവിടെ ഒഴിവുണ്ടായിരുന്ന ഒരു സീറ്റിൽ ഞങ്ങളെല്ലാവരും ബാഗൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നു. സ്റ്റേഷനിൽ വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊരു ട്രെയിൻ വന്ന് പോയി. സത്യത്തിൽ മോൾ ആദ്യമായിട്ടാണ് ട്രെയിൻ കാണുന്നതും ട്രെയിനിൽ കയറാൻ പോകുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു അവൾ. നമ്മളിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 5:15 മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് കാത്തു നിൽക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ഇപ്പോൾ പരശുരാം എക്സ്പ്രസ് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കൃത്യം 5:15 എത്തുമെന്നാണ് പറഞ്ഞത്. അതിനൊക്കെ ഇവിടെ ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കൃത്യം 5:15 ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള മംഗള എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബാഗും ലഗേജൊക്കെ എടുത്ത് സീറ്റ് കണ്ടെത്തി. ആദ്യം ട്രെയിനിൽ നിന്ന് കഴിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ എടുത്തിരുന്നു. അതൊക്കെ കഴിച്ചു. രാത്രി കഴിക്കാനുള്ളത് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് എടുത്തിരുന്നു. അത് കഴിച്ച് രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങി ഞങ്ങൾ. അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റു. അതിനു പല്ല് തേക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളൊക്കെ നേരത്തെ തേച്ച് കഴിഞ്ഞതാണ്. ഈ സമയം ഏകദേശം നമ്മൾ കർണാടക ബോർഡറൊക്കെ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് കയറിയ സമയമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഓരോ കപ്പ് ചായയൊക്കെ വാങ്ങി അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട്. AC 3 ടയർ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്, 2 സീറ്റ്. അപ്പോൾ ഇതിന് മുന്നേ സ്ലീപ്പറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ കണ്ടപ്പം പിന്നെ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ ബുക്ക് ചെയ്തതാണ് AC 3 ടയർ. AC-യിലായതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ട്രെയിനിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഡൽഹി ഭാഗത്തേക്ക് പോകുന്ന മലയാളികളായിരുന്നു. കുറച്ച് പേരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവരുടെ ഡൽഹിയിലുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ രാവിലെ 2 കപ്പ് ചായ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് എന്തെങ്കിലും നോക്കിയപ്പോൾ ഉണ്ട് ഉപ്പുമാവ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഉപ്പുമാവും ഒരു ബ്രെഡ് ഓംലെറ്റും വാങ്ങി. ഉപ്പുമാവാണ് എന്നുണ്ടെങ്കിൽ വളരെ മോശമായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉപ്പുമാവും ഈ ബ്രെഡ് ഓംലെറ്റും ഷെയർ ചെയ്ത് കഴിച്ചു. അതിനു ഈ ബ്രെഡ് ഓംലെറ്റാണ് കഴിച്ചത്. നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം നല്ലോണം കിട്ടില്ല എന്ന്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അത്യാവശ്യം വിശപ്പ് മാറാനുള്ളത് ഞങ്ങൾ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനു ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ അതിനു കളർ ബുക്ക് എടുത്ത് കളറിങ് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ കുറേ സമയം അവൾ കളർ ചെയ്തുകൊണ്ടിരുന്നു. ട്രെയിൻ ഡൽഹിയിലേക്കാണെങ്കിലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ആഗ്രാകാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ഇറങ്ങിയിട്ട് താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടിട്ട് അന്ന് രാത്രി ഡൽഹിയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത് ഡൽഹിയിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ട്രെയിൻ സമയപ്രകാരം രാവിലെ 10 മണിയാകുമ്പോൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തും. പക്ഷേ നിലവിൽ 2 മണിക്കൂർ ലേറ്റാണ് ട്രെയിൻ. ഇനി അവിടെ എത്തുമ്പോൾ സമയത്ത് എത്തുമെന്നൊന്നും അറിയില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. പിന്നെ നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന വയലുകളൊക്കെ നോക്കി. പെട്ടെന്ന് കണ്ടപ്പോൾ എന്ത് കൃഷിയാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും വെറുതെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്ത് നോക്കി കുറേ നേരം അങ്ങനെ ഇരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തിയത് അറിഞ്ഞില്ല. പെട്ടെന്നാണ് നമ്മൾ കാണുന്നത് എത്തിയെന്ന്. അങ്ങനെ ലഗേജും എല്ലാ സാധനങ്ങളും എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് ചാടി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മളിതാ ഇവിടെ ആഗ്ര റെയിൽവേ
സ്റ്റേഷനിലെത്തി. 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മംഗള എക്സ്പ്രസ്സിൽ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് ഫ്രഷപ്പായിട്ട് താജ്മഹലിലേക്കും ആഗ്ര ഫോർട്ടിലേക്കും പോകണം. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. രാവിലെ കറക്റ്റ് ടൈമിലെത്തി. ഇന്നലെ 1.5 മണിക്കൂർ 2 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് ടൈമിലെത്തി. 10 മണിയാകുമ്പോൾ എത്തി. നമുക്ക് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫ്രഷപ്പിനും റൂമും എല്ലാ സൗകര്യവും അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലഗേജ് വെക്കാനുള്ള ക്ലോക്ക് റൂമും അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും ഫ്രഷപ്പ് ആവാൻ റൂം നോക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. ഓട്ടോയിലാണ് പോകുന്നത്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രഷ് ആവുന്ന സ്ഥലത്തേക്ക് പോകും. റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ റൂമിന് 3 മണിക്കൂറിന് 500 രൂപ, ഡോർമെറ്ററി 100 രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞങ്ങൾ ഫ്രഷപ്പ് ആവാൻ എടുത്ത റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു മസാല ദോശയും പൂരിയുമാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ യാത്രയുടെ അനുഭവങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.